കോഴികൾ വെള്ള കാഷ്ടം ഇടുന്നുണ്ടോ, ചുണ്ട് രണ്ടും അകത്തി നല്ല രീതിയിൽ ശ്വാസം എടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ തൂങ്ങി നിൽക്കുന്നുണ്ടോ, ഇതിനുള്ള എല്ലാത്തിനുമുള്ള വാക്സിനാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. 2 തരം വാക്സിനുണ്ട്. വീഡിയോ ഫുള്ളായി കാണുക. എന്തെല്ലാം വാക്സിനാണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിച്ചും, കൊടുത്തതുകൊണ്ടുള്ള നമുക്ക് മെച്ചം എന്താണ്, കോഴി വളർത്താൻ ലാഭകരമാക്കാൻ തീർച്ചയായിട്ടും ഈ 2 വാക്സിൻ ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. സജയ് മുണ്ടൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വാക്സിൻ കൊടുത്തോ എന്നറിഞ്ഞിട്ടാണ് നമ്മളെ കയ്യിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാറുള്ളത്. എന്തിനാണ് വാക്സിൻ കൊടുക്കുന്നത്, ഏത് തരം വാക്സിനാണ് കൊടുക്കുന്നത്, വാക്സിൻ്റെ പേരെന്തെല്ലാമാണ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എന്തിനാണ് വാക്സിൻ കൊടുക്കുന്നതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന പോയിൻ്റാണ്. എന്തിനാണ് നമ്മൾ വാക്സിൻ നൽകുന്നത്. ഇപ്പോൾ എല്ലാവരും വാങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട്, കോഴിക്ക് വാക്സിൻ കൊടുത്തിട്ടുണ്ടോ ചോദിക്കും. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇന്ന വാക്സിനെല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. ഞാൻ 1 മാസം പ്രായമാകുമ്പോഴാണ് കൊടുക്കുന്നത്. 1 മാസം പ്രായം വരെയുള്ള എല്ലാ വാക്സിനും കൊടുത്തിട്ടുണ്ടെന്ന് പറയാറുണ്ടെങ്കിലും അതെന്ത് വാക്സിനാണ്, അത് കൊടുത്തതുകൊണ്ട് ഏത് രോഗമാണ് വരാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു വിശദമല്ല ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഏതെല്ലാം വാക്സിനാണ് നമ്മൾ കൊടുക്കുന്നത്, ഏതെല്ലാം സമയത്താണ് കൊടുക്കുന്നത്, ഇത് കൊടുത്തതുകൊണ്ട് നമുക്ക് കോഴികൾക്ക് ഉള്ള ഉപകാരം എന്താണ്, ഏതെല്ലാം രോഗങ്ങളാണ് വരാതിരിക്കുക എന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. 2 തരം വാക്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് IBDയും കൊടുക്കുന്നുണ്ട്, പിന്നെ ലെസോട്ടയും കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് 7ാമത്തെ ദിവസം നമ്മൾ ലെസോട്ട കൊടുക്കും. 2ാമത്തെ ആഴ്ച അതായത് 14ാമത്തെ ദിവസം IBD കൊടുക്കും. പിന്നെ 21ാമത്തെ ദിവസം നമ്മൾ വീണ്ടും ലെസോട്ട കൊടുക്കും. 28ാമത്തെ ദിവസം IBD കൊടുക്കും. അതായത് ഈ ലാസ്റ്റ് കൊടുക്കുന്ന 2ഉം ബൂസ്റ്റർ ഡോസായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലെസോട്ട വാക്സിൻ കൊടുക്കുന്നത് നമ്മൾ കോഴി വസന്ത വരാതിരിക്കാനാണ്. അതേപോലെ IBD വാക്സിൻ കൊടുക്കുന്നത് ഗംബോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കോഴി വസന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികളെ തൂങ്ങി നിൽക്കുകയും വെള്ള അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള കാഷ്ടങ്ങൾ ഇടുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് കോഴി വസന്ത. ഇത് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അതിൻ്റെ മൂക്കിൽ നിന്നെല്ലാം ഒരു വെള്ളം മാതിരി, ഒരു ഫ്ലൂയിഡ് മാതിരി പുറത്ത് വരും. ഇത് നമ്മൾ ഒരു കോഴിക്ക് വന്നു കഴിഞ്ഞാൽ ആ കോഴിയിൽ നിന്നും മറ്റു കോഴികളിലേക്ക് അത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗംബോറയും ഏകദേശം ഇതുപോലെ തന്നെയാണ്. കാഷ്ടം ഇടുന്ന ഭാഗത്ത് ഒരു വീക്കം വന്ന് കോഴി തൂങ്ങി നിന്ന് കോഴിക്ക് വയ്യാതാവുന്ന ഒരു അവസ്ഥയാണ് ഗംബോറോ. അതിനും ഇതുപോലെ തന്നെ നമുക്ക് കോഴി തൂങ്ങി നിൽക്കലും, കോഴിക്ക് ഉഷാറില്ലായ്മ, ഇങ്ങനെ കോഴിയുടെ തൂവലെല്ലാം മൂടി പോച്ച് കിടക്കുന്ന രീതിയിലാണ് കോഴികളെ നമ്മളിതിൽ കാണാവുന്നത്. ഈ കാണുന്നത് എൻ്റെ ബ്രൂഡിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ ഞാൻ മരുന്ന് കൊടുക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ഇതിലെനിക്ക് ആവശ്യം വരില്ല. എന്താ വെച്ചാൽ ഞാൻ 80-100 കോഴിക്കുഞ്ഞുങ്ങൾ കൂടുതൽ എടുക്കാറില്ല. അതിൽ കൂടുതൽ എടുത്ത് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതുപോലെ നമ്മൾ വെള്ളത്തിനുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, വെള്ളം കൊടുക്കുന്ന ടാങ്ക്. അപ്പോൾ അതിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നതിന് ഏകദേശം ഒരു 4-5 മണിക്കൂർ മുമ്പ് മുതൽ കോഴിക്ക് വെള്ളം കിട്ടാത്ത രീതിയിൽ വേണം നമ്മളത് സെറ്റ് ചെയ്യാൻ. അപ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാ കോഴികളും കൃത്യമായിട്ട് വെള്ളം കുടിക്കത്തുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ വെള്ളം ഫുള്ളായിട്ട് കൂട്ടിൽ കിട്ടുന്ന സമയമാണെങ്കിൽ കോഴികൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, മരുന്ന് ചിലപ്പോൾ കഴിച്ചെന്ന് വരില്ല. അതായത് മരുന്ന് കൊടുത്ത് ഏകദേശം 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ മരുന്ന് ഫുള്ളായിട്ട് ഉപയോഗിച്ചിരിക്കണം. അല്ലാത്ത സമയം ആ മരുന്നെടുത്ത് നമ്മൾ മാറ്റി നശിപ്പിച്ച് കളയേണ്ടതാണ്. ഈ മരുന്ന് നമ്മൾ 2 മണിക്കൂറിന് ശേഷം നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇത് മറ്റു രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരു രോഗമായിട്ട് മാറും, ഒരു വൈറസായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ കുടിച്ച് തീർക്കാവുന്ന അത്രയും വെള്ളത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കോഴിക്കൂട്ടിലെ വെള്ളം ഫുള്ളായി കട്ട് ചെയ്ത് ഒരു 2 മണിക്കൂർ കട്ട് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും വെള്ളം കുടിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാകും. കോഴി വളർത്തുന്ന സുഹൃത്തുക്കളും കൃത്യമായ ഇടവേളകളിൽ ഈ 2 വാക്സിനും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോഴി വളർത്തൽ വളരെ സക്സസ് ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന എല്ലാവർക്കും കൃത്യമായി ഞാൻ ഈ മരുന്ന് കൊടുത്തതിന് ശേഷം മാത്രമാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് അപ്പോൾ അറിയാൻ നമ്മളെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ ഫാമിൻ്റെ പേര് സജയ് മുണ്ടൂർ പോൾട്രി ഫാം, സ്ഥലം പാലക്കാട് ജില്ലയിൽ മുണ്ടൂരാണ്. ഞാൻ നമ്പർ കൂടെ ചേർക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പിൽ സജയ് മുണ്ടൂർ പോൾട്രി ഫാം എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ അറിയാവുന്നതാണ്. അതിൽ തന്നെ മൊബൈൽ നമ്പറുണ്ട്. ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കോൺടാക്റ്റ് ചെയ്യാം. ഇത് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിലവിൽ സ്റ്റോക്കുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇതിൽ 2 അസീലിൻ്റെ കുഞ്ഞുണ്ട്, അല്ലാത്ത ബാക്കിയെല്ലാം ഗ്രാമശ്രീയുടെ പൂവൻ കോഴിക്കുഞ്ഞുങ്ങളാണ്. പൂവൻ കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ കൊടുക്കുന്നില്ല, ഇപ്പോൾ 3 വാക്സിനേ ആയിട്ടുള്ളൂ. ഇനിയൊരു വാക്സിനും കൂടി കൊടുത്ത ശേഷം മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രാമശ്രീയുടെ പൂവൻ കോഴിക്കുഞ്ഞുങ്ങൾ ഒരു 50 പീസ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഇതിനെല്ലാം ഇപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച വാക്സിനെല്ലാം കൃത്യമായിട്ട് കൊടുത്തതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ ഫാമുമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു.